ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാരണം ഏത് നിമിഷവും ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകാം, ജീവൻ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം ഓരോ മനുഷ്യരിലുമുണ്ട്. കഴിഞ്ഞ 42 ദിവസത്തിനിടെയുണ്ടായ സംഭവങ്ങൾ തന്നെ അതിന് കൃത്യമായ തെളിവാണ്. അതായത് 42 ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമായത് 7 മനുഷ്യരുടെ ജീവനുകളാണ്. അതിൽ ഏറ്റവും ഒടുവിലായി ഇന്ന് പോലും അങ്ങനെയുള്ള അപകടമുണ്ടായത് നമ്മൾ കണ്ടു. വയനാട്ടിലെ നൂൽപ്പുഴയിൽ അവിടെ മാനു എന്ന ആദിവാസി യുവാവിനാണ് ജീവൻ നഷ്ടമായത്. വീട്ടിലേക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. അതായത് ഒപ്പം ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നതാണ് അതിലെ ആശ്വാസകരമായ ഏക കാര്യം. പക്ഷേ വലിയ പ്രതിഷേധം ആ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നതാണ്. മറ്റൊരു സംഭവം ഇടുക്കിയിലെ പെരുവന്താനത്താണ്. അതും ഫെബ്രുവരി 10 സോഫിയ എന്ന വീട്ടമ്മയാണ് മരിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഒരു വീഡിയോ, അന്നത്തെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നത്, തങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, കടുവയും പുലിയും ആനയും ഒക്കെ വരുന്ന അവസ്ഥയിലാണ് എന്ന് സോഫിയ പറയുന്ന ദൃശ്യങ്ങൾ പോലും നമ്മൾ കണ്ടു. അതിന് പിന്നാലെ കാട്ടാന അവരുടെ ജീവൻ എടുത്തു എന്ന ഏറ്റവും ദുഃഖകരമായ കാര്യം കൂടി സംഭവിക്കുന്നു. ഒപ്പം മറ്റ് അപകടങ്ങൾ, ബാബു, അത് തിരുവനന്തപുരത്തെ പാലോടാണ്. പക്ഷെ ആ മരണം സ്ഥിരീകരിക്കുന്നതെന്നാണ്. 5 ദിവസമായി ബാബുവിനെ കാണാനില്ലായിരുന്നു. പോലീസിൽ പരാതി നൽകി. അങ്ങനെ പരിശോധനകൾ നടന്ന ഒടുവിലാണ് കാട്ടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. അത് കാട്ടാന ആക്രമണത്തിലൂടെയാണ് ബാബുവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഒപ്പം മറ്റ് മരണങ്ങൾ കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചത് ബിമൽ എന്ന ആദിവാസി യുവാവിനാണ്. അത് ചിന്നാർ, ഇടുക്കിയിലെ ചിന്നാറിലാണ്. ഫെബ്രുവരി 7 ഈ സംഭവം. അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഫയർ ലൈൻ തെളിക്കൽ, വനംവകുപ്പിൻ്റെ ഓഫീസിലേക്കുള്ള റോഡ് നന്നാക്കലൊക്കെ തുടങ്ങിയ ജോലികൾക്ക് പോയ അതിൽപ്പെട്ട ഒരാളായിരുന്നു ബിമൽ. ബിമലിന് അതിനിടയിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തൊട്ടു മുൻപത്തെ അപകടം സരോജിനി, നിലമ്പൂരിലെ, മലപ്പുറത്തെ നിലമ്പൂരിലാണ് സരോജിനി. 71 വയസ്സായിരുന്നു. കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോത്തിനെ മേയ്ക്കാനായി പോയ സമയത്തോ മറ്റോ കാട്ടാന ആക്രമണം ഉണ്ടായാണ് സരോജിനിക്ക് ജീവൻ നഷ്ടമായതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ജനുവരി 15 ഈ വർഷത്തെ ആദ്യത്തെ ഇതുപോലുള്ള ദാരുണമായ സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിഷ്ണു, പുൽപ്പള്ളി, വയനാട്ടിലെ പുൽപ്പള്ളിയിൽ വിഷ്ണു കർണാടക സ്വദേശിയാണ്. ആ മേഖലയിലെ ബന്ധുവീട്ടിൽ വന്ന് കാട്ടിലൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ജനുവരി 8 വിഷ്ണു കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് ജനുവരി 4 മലപ്പുറത്തെ നിലമ്പൂരിലാണ്. ഈ മണി എന്ന ചെറുപ്പക്കാരനെ ഒരുപാട് പേർക്ക് പരിചയമുള്ളതാണ്. കാരണം മാധ്യമങ്ങളൊക്കെ ആദിവാസി മേഖലകളിലെ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയായി കാട്ടിലൂടെയൊക്കെ മുന്നിട്ട് നിന്ന് നയിച്ച യുവാവായിരുന്നു മണിയെക്കുറിച്ചുള്ള അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പല മാധ്യമപ്രവർത്തകരുമൊക്കെ പങ്കുവയ്ക്കുന്നത് കണ്ടാണ്. പക്ഷേ ആ മണിക്കും, അതായത് ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന, ആ കാടിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന മണിക്കും കാട്ടാന ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടമായി. അങ്ങനെ 42 ദിവസം, ഈ വർഷം തുടങ്ങിയിട്ട് ഇത്രയും നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ 7 മനുഷ്യജീവനുകളെ നമുക്ക് നഷ്ടമായെന്നതാണ്. ആവർത്തിക്കാതിരിക്കട്ടെ എന്ന ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്.